പ്ലീസ് കെ രാമചന്ദ്രൻ അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ജനകീയ ജനപക്ഷ ബഡ്ജറ്റിനെ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഞാനും പിന്തുണയ്ക്കുകയാണ്. സാർ, LDF ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത ബഡ്ജറ്റാണ് സാർ. യൂണിയൻ ഗവൺമെൻറ് കടുത്ത സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ചിട്ടും 2.5 ലക്ഷം കോടി രൂപയുടെ നികുതി വെട്ടിക്കുറച്ചിലുകൾ ഉണ്ടാക്കിയിട്ടും കേരളത്തിലെ ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളുടെ കുതിപ്പുമായി മുന്നേറുകയാണ് സാർ. ജനുവരി 29-ന് കേരളത്തിലെ ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിന് തൊട്ടുപിറകെ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത്. അതിവേഗ റെയിൽ, എയിംസ്, വിഴിഞ്ഞം ഹാർബർ, അതുപോലെ തന്നെ ശബരിപാത, വയനാട് പുനരധിവാസം ഉൾപ്പെടെ 29 ഇനം ആവശ്യങ്ങൾ യൂണിയൻ ഗവൺമെൻറ് മുൻപിൽ സമർപ്പിച്ചിട്ടും ഒരു ഇനം പോലും നമുക്ക് അനുവദിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശ, അംഗൻവാടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനകീയമായ ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ നടപടികളാണ് സ്വീകരിച്ചത്. ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സ്കൂൾ ഉച്ചഭക്ഷണ പാചകം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന ഗ്രൂപ്പ് ഇൻഷുറൻസും അങ്ങനെ തുടങ്ങി അതുപോലെ സാക്ഷരതാ പ്രേരകുമാർക്കുമൊക്കെ അവർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചും കൂലി കൂട്ടിക്കൊടുത്തിട്ടുമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദ ഓട്ടോ വാങ്ങുന്നതിന് വേണ്ടി 40,000 രൂപ സാമ്പത്തിക സഹായവും നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മികച്ച ഓട്ടോ സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ക്ഷേമ പദ്ധതികളുടെ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി 14,500 കോടി രൂപയാണ് ഈ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. ക്യാൻസർ, ലെപ്രസി ഉൾപ്പെടെയുള്ള ക്യാൻസർ, ലെപ്രസിക്ക് അതിൻ്റെ പെൻഷൻ തുക 1000 കോടി രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ തീരുമാനിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഇവിടെ ഏർപ്പെടുത്തുന്നു. ഡിഗ്രി വരെയുള്ള സയൻസ് ആർട്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുന്നു. സ്ത്രീ സുരക്ഷ, യുവാക്കൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ജനകീയമായ തീരുമാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, തോട്ടം തൊഴിലാളികളുടെ ഒരു പ്രശ്നം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവരുടെ കൂലി പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് അതിൽ ഇടപെടണം. അടിയന്തരമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലെ ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി പണം അനുവദിച്ചിട്ടുള്ളത്. അത് ബഡ്ജറ്റിലൂടെയുണ്ട്, കിഫ്ബി ഫണ്ടുണ്ട്. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ASI നിൽക്കുന്നത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ 12 കോടിയുടെ ബഡ്ജറ്റ് ഫണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 റെയിൽവേ മേൽപ്പാലങ്ങളുണ്ട്. 3 അനുമതി കിട്ടിയിട്ടില്ല. അനുമതി കിട്ടിയ പുതുക്കാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ 3-ാം വട്ടം ടെൻഡർ ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡുകൾ, എല്ലാ PW റോഡുകളും ഒന്നിനൊന്ന് മികച്ച റോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. പാലപ്പള്ളി എച്ചിപ്പാറ റോഡ്, പുതുക്കാട് ചുങ്കം മണ്ണമ്പട്ട റോഡ്, പുതുക്കാട് ചെറുവാൾ നെടുമ്പാൾ റോഡ്, മണ്ണമ്പട്ട മാവിഞ്ചോട് റോഡ്, വരന്തരപ്പള്ളി നന്ദിപുരം റോഡ്, ഉങ്ങഞ്ചോട് വല്ലച്ചറ റോഡ്, പൂച്ചനിപ്പാടം ചാത്തൻകുട റോഡ്, നന്ദിക്കര മാപ്പണ റോഡ്, നെല്ലായി വല്ലക്കുന്ന് റോഡ്, ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. തലൂർ തൈക്കാട്ടിശ്ശേരി റോഡ് പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പുരോഗമിക്കുന്ന പ്രവൃത്തികൾ
കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ. കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡ് PW റോഡ് BMBCയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ചെങ്ങാലൂർ മണ്ണമ്പെട്ട റോഡ് BMBC, ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡ് ഇതെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോവുകയാണ്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രണ്ടാം ഘട്ടം ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് കമ്മീഷൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എല്ലാം മികച്ച നിലയിൽ നമുക്ക് മണ്ഡലത്തിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയോര ഹൈവേ അതിൻ്റെ ആദ്യ റീച്ച് 5.5 കിലോമീറ്ററിൽ അത് ടെൻഡർ നടപടികളായിട്ട് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 പഞ്ചായത്തുകളിൽ കടന്നു പോകുന്ന പുതുക്കാട് മുപ്ലിയം കോടാലി റോഡ് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇന്നലത്തോടുകൂടി അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടനടി അത് നിർമ്മിക്കാൻ കഴിയും. 62 കോടി രൂപയാണ് കിഫ്ബി അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുപോലെ ടൂറിസം മേഖലയിൽ ചിമ്മിനി ഇക്കോ ടൂറിസം 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഈ ബഡ്ജറ്റിൽ കുഞ്ഞാലിപ്പാറ ടൂറിസത്തിന് 50 ലക്ഷം മാറ്റിവെച്ചിരിക്കുന്നു. മുനിയാട്ടുകുന്ന് ടൂറിസത്തിന് 50 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ 50 ഏക്കർ ഗ്രാമപദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നതികൾ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ജലസേചന പദ്ധതികളുടെ ഭാഗമായി കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി തോട്ടുമുഖം അതിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെയുള്ള എറവക്കാട് ഓറഞ്ചിറ ഷട്ടർ നവീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ 4.5 കോടി രൂപ നീക്കി വച്ചിരിക്കുന്നു. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് അത് പുതുക്കിയ എസ്റ്റിമേറ്റിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. 15 കോടിയിലധികം രൂപ വരുന്ന എസ്റ്റിമേറ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത് തന്നെ AS കിട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകമായി പറയാനുള്ളത്, ഇവിടെ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ കോൺഗ്രസും BJPയും അവിടെ ഒരുമിച്ച് ചേർന്ന് LDFന് ഭരിക്കാൻ കഴിയാവുന്ന സാഹചര്യത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ അടുത്ത് ഒരു ഡിബേറ്റിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും BJPയുടെ നേതാവ് ശ്രീ K സുരേന്ദ്രനും പങ്കെടുത്തുകൊണ്ട് ഒരു ഡിബേറ്റിൽ ആ ഡിബേറ്റ് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, 35 സീറ്റ് കിട്ടിയാൽ നിങ്ങൾ കേരളം ഭരിക്കുമെന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉടനടി ശ്രീ K സുരേന്ദ്രൻ പറഞ്ഞു, എന്താ സംശയം, ഞങ്ങൾ 4 സീറ്റ് കിട്ടിയിട്ട് മറ്റത്തൂർ പഞ്ചായത്ത് ഭരിക്കുകയല്ലേ എന്നാണ്. അവിടെ ഒരു നോക്കുകുത്തിയായിട്ട് KPCCയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു മാന്യ അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. ഒരക്ഷരം മിണ്ടണ്ടേ? എന്തെങ്കിലും പ്രതികരണം നടത്തണ്ടേ? ഈ ജനുവരി മാസം 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ഘാതകരായ അവരുടെ പിൻഗാമികളായ BJPയുടെ പിന്തുണയോടുകൂടി വീണ്ടും വൈസ് പ്രസിഡന്റായി കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് രാജ്യവ്യാപകമായി നടക്കുന്നതാണ്, അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലൊരു പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ PV നരസിംഹറാവുവിനെ കോൺഗ്രസ്സുകാർ എത്ര പേര് ഓർക്കുന്നുണ്ട്? ശ്രീ മണിശങ്കർ അയ്യറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വാജ്പേയി ആണെങ്കിലും അനൗദ്യോഗികമായി ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു തന്നത് ഞങ്ങൾക്ക് PV നരസിംഹറാവു ആണ് എന്ന് BJPക്കാർ. അതുകൊണ്ടല്ലേ PV നരസിംഹറാവുവിനെ ആരെങ്കിലും സ്മരിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ നിലപാടുകളും ഇടപെടലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കാണുകയാണ്. മറ്റത്തൂർ മോഡൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിക്കുക എന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ബഡ്ജറ്റിനെ വീണ്ടും പിന്തുണയ്ക്കുകയാണ്. നന്ദി. താങ്ക് യു.